ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ പഠിക്കുന്ന കോഴ്സായ DLED കോഴ്സിനെ പറ്റി പറയാനാണ്. നമ്മുടെ DLED കോഴ്സ് എന്ന് പറയുന്നത് പഴയ TTC ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഡിപ്ലോമ കോഴ്സായിട്ട് മാറിയത്. പഴയ TTC മാറി DED ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അത് മാറി പിന്നെ DLED ആയത്. DLED എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്നാണ്. എനിക്ക് ഫസ്റ്റ് ടൈം ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എനിക്ക് ടീച്ചർ ആവാനായിരുന്നു ഇഷ്ടം. അപ്പോൾ +2 കഴിഞ്ഞിട്ട് എനിക്ക് ഡിഗ്രി ഒന്നും വേണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിന്. അപ്പോൾ ഡിഗ്രിക്കൊന്നും പോകണ്ട, എനിക്ക് BEdോ എന്തെങ്കിലും TTC എന്തെങ്കിലും പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ നിർബന്ധിച്ച് ചേർന്നതാണ് ഈ കോഴ്സിന്. അപ്പം എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണുള്ളതെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം കുറെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ നോക്കിയാണ് കുറച്ചൊക്കെ മനസ്സിലാക്കിയത്. അപ്പം എൻ്റെ ചേച്ചിയാണ് പറഞ്ഞത് വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്, അപ്പോൾ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇവിടുന്ന് ഡയറ്റിൽ പോയി. ചെങ്ങന്നൂർ ഡയറ്റ് നമുക്കിവിടെ അടുത്താണ്. എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. അപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് നമ്മൾ അവിടെ പോയി തിരക്കിയപ്പോൾ പറഞ്ഞു വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഇവിടെയല്ല വരേണ്ടത്. ഞങ്ങൾ ഡയറ്റിൽ ചെന്ന് നേരിട്ട് അപേക്ഷ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെയല്ല വരേണ്ടത്, നമ്മുടെ ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ല ആയതുകൊണ്ട് ആലപ്പുഴ DD ഓഫീസിലാണ് ചെല്ലേണ്ടത്. അങ്ങനെ അവിടെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്ത് എല്ലാം നമ്മുടെ സർട്ടിഫിക്കറ്റും എല്ലാം അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണമായിരുന്നു. പ്ലസ് ടു സർട്ടിഫിക്കറ്റ്, SSLC വേണമായിരുന്നു തോന്നുന്നു. പിന്നെ നമ്മുടെ SPCയുടെ ഇതിൽ ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പം NCCയും NSSും ആയിരുന്നു ചോദിച്ചിട്ടുള്ളത് സർട്ടിഫിക്കറ്റ്. അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കണമായിരുന്നു. ശാസ്ത്രമേളയ്ക്കൊക്കെ പോയതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വെക്കണം. ഒറിജിനൽ അല്ല, കോപ്പിയാണ് വെക്കേണ്ടത്. അപ്പോൾ അതൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് അവിടെ DD ഓഫീസിൽ കൊടുക്കേണ്ടത്. ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാരായതുകൊണ്ട് ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് വെച്ചത്. അങ്ങനെ ഇന്ന ജില്ല, നമ്മുടെ ജില്ല തന്നെ വെക്കണമെന്നൊന്നുമില്ല. ഇഷ്ടമുള്ള ഏത് ജില്ല വേണമെങ്കിലും വെക്കാം, ഒറ്റ ജില്ലയെ വെക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് PSC ഓഫീസേഴ്സ് ആണ്. +2 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഡിഗ്രി പഠിച്ചവരായാലും ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ വേണ്ട, +2ൻ്റെ ആണ് ഇവിടെ ആവശ്യം. +2 കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഈ കോഴ്സിന് ചേരാം. ഒന്നെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ചേരാം, എന്ത് പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഈ കോഴ്സിന് ചേരാം. അപ്പോൾ നമുക്ക് ബേസായിട്ട് വേണ്ടത് +2ൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത്. റാങ്ക് ലിസ്റ്റ് കുറേ ലാഗായിട്ടാണ് ഞങ്ങളുടെ വന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ മിക്കവർക്കും അറിയില്ല DLED കോഴ്സ് എന്താണെന്നും എവിടെയാണോ പഠിക്കേണ്ടതെന്നും ഒന്നും അറിയില്ല. അപ്പോൾ DLED എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഡൗട്ടാണ്, എന്ത് കോഴ്സാണിതെന്ന്. ഇപ്പോൾ പഴയ TTC ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ DLED കോഴ്സ് 2 വർഷമാണ് പഠിക്കേണ്ടത്. 2 വർഷത്തിൽ 4 സെമസ്റ്റർ വീതമാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 5 ദിവസം ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അതിന് ട്രൈ ഔട്ട് ആണുള്ളത്. നമ്മൾ അവിടെ സ്കൂളിൽ പോയി ഒബ്സർവേഷനും പിന്നെ ട്രൈ ഔട്ട്, അതാണ് 5 ദിവസം ഉള്ളത്. പിന്നെ സെക്കൻഡ് സെമ്മിലും 5 ദിവസമാണുള്ളത്. ഫസ്റ്റ് സെമ്മിൽ 5 ദിവസം LP ക്ലാസ്സിലാണ് 1 തൊട്ട് 4 വരെ. സെക്കൻഡ് സെമ്മിൽ 5 ദിവസം UP ക്ലാസ്സിലാണ് 5 തൊട്ട് 7 വരെ. അപ്പം അങ്ങനെയാണ് പോകുന്നത്. പിന്നെ തേർഡ് സെം വരുമ്പോൾ നമുക്ക് 45 ദിവസം പഠിപ്പിക്കാനാണ് പോകേണ്ടത്. അപ്പോൾ പിന്നെ ഫോർത്ത് സെമ്മിലും 45 ദിവസം നമുക്ക് പഠിപ്പിക്കാൻ പോകണം. തേർഡ് സെമ്മിൽ 45 ദിവസം പോകേണ്ടത് LP ക്ലാസ്സിലാണ്. ഫോർത്ത് സെമ്മിൽ 45 ദിവസം പോകേണ്ടത് UP ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പഠിക്കുന്നത് ചെങ്ങന്നൂർ ഡയറ്റിലാണ്. അപ്പോൾ ചെങ്ങന്നൂർ താലൂക്കിൽ ഉള്ള സ്കൂളുകളായിരിക്കും നമുക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത്, ഇൻറ്റേൺഷിപ്പിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കോളേജിൽ നിന്ന് പറയും ഏത് സ്കൂളിലാണ് പോകേണ്ടതെന്ന്. ഞാൻ പഠിക്കുന്നത് ഡയറ്റ് ആലപ്പുഴയിലാണ്. എല്ലാ ജില്ലയ്ക്കും ഓരോ ഡയറ്റ് ഉണ്ട്. എനിക്ക് ആദ്യം ഡയറ്റ് എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഡയറ്റിന് കേട്ടപ്പോൾ ഓർത്തു പ്രൈവറ്റായിട്ട് പഠിക്കുന്ന ഏതെങ്കിലും കോളേജ് ആയിരിക്കും എന്നാണ്. പിന്നെയാണ് മനസ്സിലായത് ഗവൺമെൻറ് ആണ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇപ്പോൾ എല്ലാ ജില്ലയ്ക്കും ഓരോ ഡയറ്റ് ഉണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ ഡയറ്റ് നമ്മുടെ ചെങ്ങന്നൂരാണുള്ളത്. ഈ നമ്മുടെ ഡയറ്റിലെ ടീച്ചേഴ്സാണ് മറ്റ് TTAയിലെ ടീച്ചേഴ്സിനെ ട്രെയിനിങ് ചെയ്യുന്നത്. ഞാൻ +2 കഴിഞ്ഞ് നേരെ DLED കോഴ്സിന് ചേരുമായിരുന്നു. നമുക്ക് ഇപ്പോൾ DLED കോഴ്സ് മാത്രമേ ക്വാളിഫിക്കേഷൻ ഉള്ളെങ്കിൽ, ഡിഗ്രി ഇല്ലെങ്കിൽ നമുക്ക് 1 തൊട്ട് 4 വരെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ.
പിന്നെ ഡിഗ്രിയും DLEDും ആണ് ഉള്ളതെങ്കിൽ നമുക്ക് 1 തൊട്ട് 7 വരെ പഠിപ്പിക്കാൻ പറ്റും. DLED കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് പഠിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, നമുക്ക് 3rd സെം ഒക്കെ ആകുമ്പം ഒരു കേറ്ററ്റ് എന്ന് പറഞ്ഞ പരീക്ഷയുണ്ട്. കേറ്ററ്റ് എന്ന് പറഞ്ഞാൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അത് പാസ്സായാൽ മാത്രമേ നമുക്ക് ടീച്ചർ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പാസ്സാവണം. അല്ലാതെ ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് എങ്ങും കയറാൻ പറ്റില്ല. നമ്മളങ്ങനെ കോഴ്സ് പരീക്ഷയെല്ലാം പാസ്സായി, കേറ്ററ്റും പാസ്സായി കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് നമ്മൾ PSC എഴുതാം. അപ്പോൾ DLED കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 2 വർഷമാണ് പഠിക്കേണ്ടത്. 2 വർഷത്തിൽ 4 സെമസ്റ്ററാണുള്ളത്. അതിൻ്റെ ഇടയിൽ കേറ്ററ്റിൻ്റെ എക്സാം ഉണ്ട്. അത് നമുക്ക് കോഴ്സ് കഴിഞ്ഞായാലും എഴുതാം. പക്ഷേ കോഴ്സിൻ്റെ കൂടെ തന്നെ വരുന്ന ഫസ്റ്റ് കേറ്ററ്റിന് തന്നെ പാസ്സാവുന്നതായിരിക്കും നല്ലത്. അത് കോഴ്സിൻ്റെ കൂടെ ആയിരിക്കും നമുക്ക് കേറ്ററ്റ് എഴുതാൻ വരുന്നത്. അതാകുമ്പം നമ്മൾ പഠിക്കുന്നത് തന്നെയാണ് കേറ്ററ്റിന് വരുന്നത്. ഈ DLEDൽ പഠിക്കുന്നത് മിക്കതുമാണ് കേറ്ററ്റിന് വരുന്നത്. നമുക്ക് കുറേ വർക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ കുറേ ആക്ടിവിറ്റീസ് അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ക്യാമ്പ്, ഇതിൽ മെയിനായിട്ടുള്ളത് 2nd സെമ്മിൽ ക്യാമ്പും ടൂറും ആണുള്ളത്. ക്യാമ്പ് 15 ദിവസത്തെ ക്യാമ്പ്. നമുക്ക് ക്യാമ്പിനും ടൂറിനും പോയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല, DLED കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അപ്പോൾ ക്യാമ്പിനും ടൂറിനും എല്ലാവരും മസ്റ്റായിട്ട് പോകണം. ടൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ സ്കൂളിൽ നിന്ന് പോകുന്നത് പോലെയല്ല ടൂറ്. സ്കൂളിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ടീച്ചേഴ്സിൻ്റെ ക്യാഷ് കൊണ്ട് കൊടുക്കും. സമയമാകുമ്പം ടൂറിൻ്റെ ദിവസം ചെല്ലും, പോകും, അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ DLED കോഴ്സിൻ്റെ ടൂറ് പഠനയാത്ര അങ്ങനെയല്ല. നമ്മൾ അധ്യാപക വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ടൂറെല്ലാം സംഘടിപ്പിക്കേണ്ടതും സ്ഥലങ്ങളെല്ലാം ചൂസ് ചെയ്യേണ്ടതും അതിൻ്റെ റൂട്ട് മാപ്പ് വരയ്ക്കേണ്ടതും അതിൻ്റെ ക്യാഷ് എല്ലാം കളക്ട് ചെയ്ത് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. പാക്കേജ് ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാം കാര്യങ്ങൾ ചെയ്ത് സെറ്റാക്കിയാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അവിടുന്ന് എങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ഒരു പഠനയാത്രയ്ക്ക് കൊണ്ടുപോകേണ്ടതെന്നുള്ള മാതൃകയാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ DLED കോഴ്സിൽ മസ്റ്റായിട്ടുള്ളൊരു പഠനയാത്ര വെച്ചിരിക്കുന്നത്. നമ്മൾ മാക്സിമം ഇഷ്ടപ്പെട്ട് ഈ കോഴ്സിനെ എടുക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ കുറേ വർക്കുകൾ കാണും ചെയ്യാൻ. പിന്നെ ടീച്ചിങ് മാനുവൽ, നമ്മൾ ഇൻറ്റേൺഷിപ്പിന് പോയി കഴിയുമ്പോൾ ടീച്ചിങ് മാനുവൽ എഴുതാനുണ്ട്. പിന്നെ ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട് എഴുതണം. നമുക്കിതിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, പരിസരവും പഠനവും, സോഷ്യൽ, പിന്നെ കലാപ്രവൃത്തി വിദ്യാഭ്യാസം, ആരോഗ്യ കായിക വിദ്യാഭ്യാസം, പിന്നെ ICT, പിന്നെ 2 എക്സ്ട്രാ വിഷയങ്ങൾ വരുന്നുണ്ട്, സൈക്കോളജി, ഫിലോസഫി. അപ്പോൾ നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് എന്താവാനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിന് നമുക്ക് പോവാം. ഈ കോഴ്സിന് താല്പര്യത്തോടെ വന്ന് ചേരുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ DLED കോഴ്സ് ചെയ്യുന്നവർ കമൻറ്റ് ബോക്സിലൂടെ പറയുക. എല്ലാവർക്കും ബൈ.